ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഗൾഫ് മേഖലയിൽ വ്യോമാക്രമണം ശക്തം. സംസ്ഥാനത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവ ആവശ്യത്തിന് ലഭ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി എണ്ണ കമ്പനികൾ. സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന് 6 ദിവസം ശേഷിക്കെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം 35-ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ US-ഉം ഇസ്രായേലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാനും പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ ഗൾഫ് മേഖലയിലുടനീളമുള്ള സിവിലിയൻ വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചു. അബുദാബിയിലെ അജ്മാനിൽ വ്യോമാക്രമണങ്ങൾ തടയുന്നതിനിടെ അവശിഷ്ടങ്ങൾ പതിച്ച് 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റു. അതിനിടെ കുവൈറ്റിലെ ഒരു വൈദ്യുതി ജല ശുദ്ധീകരണ പ്ലാന്റിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ പ്ലാന്റിന്റെ ചില ഭാഗങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് പ്ലാന്റിന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾക്കിടയിലും ഇന്ത്യയുടെ LPG വിതരണം സുഗമമായി തുടരുന്നതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. വീടുകളിലേക്ക് തടസ്സമില്ലാതെ LPG വിതരണം നടക്കുന്നതായും നിലവിൽ പ്രതിദിനം 28 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും ഇന്ത്യൻ ഓയിൽ പ്രസ്താവനയിൽ അറിയിച്ചു. LPG റീഫില്ലുകൾ ബുക്ക് ചെയ്യുന്നതിന് SMS, IVRS പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിക്കാൻ കമ്പനി നിർദ്ദേശിച്ചു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിനായി LPG വിതരണക്കാരിൽ പരിശോധന ഊർജിതമാക്കാൻ നടപടി സ്വീകരിച്ചതായും കമ്പനി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവ ആവശ്യത്തിന് ലഭ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി എണ്ണ കമ്പനികൾ. ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും തങ്ങളുടെ വിതരണ ശൃംഖലയിലൂടെ LPG റീഫില്ലുകൾ സുഗമമായും കൃത്യസമയത്തും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കും വേണ്ടി ഓയിൽ ഇൻഡസ്ട്രി കേരള സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ അറിയിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള ചില്ലറ വിൽപ്പനശാലകളിലും സംഭരണ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ സ്റ്റോക്കുകൾ ലഭ്യമാണെന്ന് കമ്പനികൾ ഉറപ്പു നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 ദിവസം ശേഷിക്കെ മുതിർന്ന നേതാക്കളുടെയും താരപ്രചാരകരുടെയും സാന്നിധ്യത്താൽ പ്രചാരണം ഊർജിതമാക്കിയ മുന്നണികൾ. 3 മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണ രംഗത്ത് സജീവമാണ്. BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നാളെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, CPM ജനറൽ സെക്രട്ടറി MA ബേബി തുടങ്ങിയവരും മുന്നണികൾക്കായി പ്രചാരണത്തിനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇത് 2ാം വട്ടമാണ് മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ചങ്ങനാശ്ശേരിയിൽ എത്തുന്ന ശ്രീ നരേന്ദ്രമോദി തിരുവല്ലയിൽ NDA പ്രചാരണ യോഗത്തിൽ സംബന്ധിക്കും. തുടർന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന അദ്ദേഹം കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിനിടെ നാളെ ആലപ്പുഴയിൽ UDF പ്രചാരണ പരിപാടികളിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. തുടർന്ന് കട്ടപ്പന, കുന്നത്തുനാട് എന്നിവിടങ്ങളിലെ പരിപാടികളിലും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി നാളെ കോട്ടയം ജില്ലയിലും ഞായറാഴ്ച തിരുവനന്തപുരം ജില്ലയിലും LDFന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജ്, കോണ്ടൂർ ബാക്ക് വാട്ടേഴ്സ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് എന്നിവയുടെ വ്യോമപരിധിയിലും കോട്ടയം ജില്ലയിലെ ഹെലിപാഡുകളിലും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പറത്തുന്നത് നിരോധിച്ചു. നാളെ പുലർച്ചെ 12 മുതൽ 24 മണിക്കൂറാണ് നിരോധനം. തിരുവല്ലയിലും തിരുവനന്തപുരത്തും ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടേഴ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ കോവളം കടൽ തീരത്ത് മണൽ ശില്പമൊരുക്കി. സ്വീപ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് കളക്ടറുമായ ശിവശക്തിവേൽ C ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ 13 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ N. ദേവിദാസ് അറിയിച്ചു. ഇവിടങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരുമടക്കം എല്ലാവരും സ്ത്രീകളായിരിക്കും. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 3 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഇതര മണ്ഡലങ്ങളിൽ ഓരോന്നുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്.
നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകളുടെ 3ാം ഘട്ട പരിശോധന ഈ മാസം 6, 7 തീയതികളിൽ തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഏജന്റുമാർ വരവ് ചെലവ് കണക്ക് പരിശോധനയിൽ കൃത്യമായി പങ്കെടുക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ ഇടുക്കി ഒരുങ്ങുന്നു. സ്വീപ് പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വോട്ടർമാർക്ക് വലിയ സഹായകമാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വോട്ട് എന്നത് ഓരോ പൗരന്റെയും അവകാശവും ശബ്ദവുമാണെന്ന സന്ദേശവുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ elections.myidiki.com എന്ന വെബ്സൈറ്റിന്റെ പ്രവർത്തനം ശ്രദ്ധേയമായി കഴിഞ്ഞു. ഈ പോർട്ടലിലൂടെ വോട്ടർമാർക്ക് തങ്ങളുടെ പോളിംഗ് ബൂത്തുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും വോട്ട് പ്രതിജ്ഞയെടുത്ത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാനും സാധിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടർ സർവീസ് പോർട്ടലിന്റെയും പ്രധാന ലിങ്കുകൾ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 9 എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന അഭ്യർത്ഥനയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തിങ്കളാഴ്ച അവസാനിക്കും. 234 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 23 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. അതേസമയം 27 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJP ഇന്ന് പ്രഖ്യാപിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ, തെലങ്കാന പുതുച്ചേരി മുൻ ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ, BJP സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ എന്നീ പ്രമുഖർ പട്ടികയിൽ ഉൾപ്പെടുന്നു. 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസും ഇന്ന് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനില ഉയരുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലും അൾട്രാവയലറ്റ് സൂചിക 9, ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ അൾട്രാവയലറ്റ് സൂചിക 10 ഇന്ന് രേഖപ്പെടുത്തിയത്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പൊതുജനങ്ങൾ പരമാവധി ഒഴിവാക്കണം. അതേസമയം മീനച്ചൂടിന് ആശ്വാസമേകി ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കി ഉറവപ്പാറയിൽ ഇടിമിന്നലേറ്റ് 12 വയസ്സുകാരിയായ പെൺകുട്ടി മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പെരുമ്പാവൂരിൽ നിന്ന് വന്ന 3 പേരും ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച തൊടുപുഴ സ്വദേശിയുമാണ് അപകടത്തിൽപ്പെട്ടത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 13 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ നേടിയിട്ടുണ്ട്. വടക്കനാട് മേഖലയിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിലെ ആന ക്യാമ്പിലേക്ക് മാറ്റിയ മുട്ടിക്കൊമ്പനെ റേഡിയോ കോളർ ഘടിപ്പിച്ചു. തുമ്പിക്കയിൽ പരിക്ക് ഭേദമാകുന്നതുവരെ മുത്തങ്ങ ആന ക്യാമ്പിൽ നിലനിർത്താൻ തീരുമാനിച്ചതായി വനംവകുപ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 22,000 രൂപയുടെ നിക്ഷേപത്തിന് ആഴ്ചയിൽ 5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ലഭിക്കുന്ന പദ്ധതിയെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ നിർമ്മിച്ച വീഡിയോയാണെന്നും ഇത്തരത്തിലൊരു പദ്ധതിയും സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് സർക്കാർ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ മാൽഡ ജില്ലയിലുള്ള കാലിയാചക് 2 ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച സംഭവം അന്വേഷിക്കുന്നതിനായി ദേശീയ അന്വേഷണ ഏജൻസിയുടെ 40 അംഗ സംഘം സ്ഥലത്തെത്തി. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടെത്തിയ പ്രതിഷേധക്കാരാണ് 9 മണിക്കൂറിലധികം ഉദ്യോഗസ്ഥരെ ഓഫീസിനുള്ളിൽ തടഞ്ഞുവച്ചത്. ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ശ്രമിച്ച കേന്ദ്രസേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചും NIA അന്വേഷിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിനെ ഡീംഡ് സർവകലാശാലയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രഖ്യാപിച്ചു. UGC വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. ഇതോടെ സ്വന്തമായി പുതിയ ഗവേഷണ പരിപാടികളും നൂതന അക്കാദമിക് പരിപാടികളും ആരംഭിക്കാൻ NCERTക്ക് സാധിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഗൾഫ് മേഖലയിൽ വ്യോമാക്രമണം ശക്തം. സംസ്ഥാനത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവ ആവശ്യത്തിന് ലഭ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകിയ എണ്ണ കമ്പനികൾ. സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന് 6 ദിവസം ശേഷിക്കെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.